സർക്കാരിന്റെ ഭാഗത്ത് ഈ അഫിഡവിറ്റിന്റെ കാര്യത്തിൽ തീരുമാനം വൈകുന്നു. ഏത് അഫിഡവിറ്റാ പ്രശ്നം? അവസാനം അങ്ങ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ച് ശബരിമല അല്ല, അത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, ഞങ്ങളോട് ഇപ്പോൾ ഒരു അഫിഡവിറ്റ് ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ചാനലുകാരോട് ഇന്നലെ മുഴുവൻ പറഞ്ഞല്ലോ, ഒരു അഫിഡവിറ്റ് ഞങ്ങളോട് ഇപ്പോൾ ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പം ചോദിച്ചിരിക്കുമ്പോൾ 7 പ്രശ്നങ്ങളെ കുറിച്ചല്ലേ അഭിപ്രായം പറയാൻ. ആ അഭിപ്രായം ഞങ്ങൾ കോടതി പറയും. പക്ഷെ അദ്ദേഹം പറഞ്ഞ അഫിഡവിറ്റ് ഉടൻ തിരുത്തി കൊടുക്കണമെന്ന് കോടതി പറഞ്ഞാൽ ഇത് അഫിഡവിറ്റ് ഏതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള അഫിഡവിറ്റ്? ആ അഫിഡവിറ്റും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ആ ഹർജിയോടുകൂടി തീർന്നല്ലോ. യുവതി പ്രവേശന വിഷയത്തിൽ LDF സർക്കാരിന്റെ നിലപാടിൽ മാറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം കോടതി ചോദിക്കട്ടെ എന്ന് പൊതുജനം ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്താണ് അല്ല, അത് വളരെ കൃത്യമല്ലേ എന്ന് കോടതി ഇപ്പം എന്ത് പറഞ്ഞു? അവർക്ക് പോലും ഇതിലേക്ക് കിടക്കണമെങ്കിൽ 7 ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ വിലയിരുത്തിയാലേ ഞാൻ മുഴുപ്പിക്കില്ല, അസ്വസ്ഥനാവല്ലേ? ഈ 7 ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ വ്യക്തത വരുത്തിയാൽ മാത്രമേ ഈ റിവ്യൂവിൻ്റെ ക്വസ്റ്റിനകത്ത് കിടക്കാൻ പറ്റൂ എന്ന് ഇന്ത്യയുടെ ഉന്നത നീതിപീഠം പറയുമ്പോൾ നിങ്ങൾ ഇതാ ഇപ്പം തന്നെ ഇതിൽ തന്നെ പറയണം എന്ന് പറയാൻ ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ല, അല്ല കോടതി അറിയിക്കാൻ കോടതി എന്താ പറഞ്ഞേ? അല്ല ഇപ്പൊ ഞങ്ങൾ ഇതിന് നിലപാട് പറയുന്നേ ഏത് നിലപാട് സർക്കാർ എടുത്ത്? അല്ലെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു പരിമിതി, നിങ്ങൾ ഈ പ്രശ്നം മനസ്സിലാക്കാനേ ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ഭാഗമാണിത്. സുപ്രീം കോടതിയിൽ ഒരു കേസ് വരുന്നു. ആ കേസ് ദീർഘകാലത്തിന് ശേഷം സുപ്രീം കോടതിയിൽ വിധി വരുന്നു. ആ വിധി റിവ്യൂ ചെയ്യുന്നു. റിവ്യൂ ഹർജി വരുന്നു. എല്ലാ റിവ്യൂ ഹർജിയും സുപ്രീം കോടതി സാധാരണ സ്വീകരിക്കാറില്ല. റിവ്യൂ കേൾക്കുമ്പോൾ തന്നെ സാധാരണ പലതും ചേംബറിനകത്തോ ആ രൂപത്തിലാണ് ഓപ്പൺ കോർട്ടിൽ കേൾക്കുമ്പോൾ വളരെ അപൂർവമായിട്ടാണ്. റിവ്യൂ കേൾക്കുമ്പോൾ സുപ്രീം കോടതി പറയുന്നു, ഈ റിവ്യൂ കേൾക്കണമെങ്കിൽ തന്നെ ഭരണഘടനാപരമായ 7 പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വ്യക്തത വരുത്തണം. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പറയണം, ആ ഭരണഘടന അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് ഭരണഘടനാനുസൃതമായല്ലേ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ കോടതി ഇപ്പം എന്താ ചോദിച്ചേക്കണേ? കോടതി ഇപ്പം എന്താ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പിന്നെ എന്തിനാ അഭിപ്രായം പറയണേ? ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? അല്ല, ഞങ്ങൾ അഫിഡാവിറ്റ് എവിടെ കൊടുത്തേ? അല്ല, അത് കറക്റ്റ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് ലളിതമായിട്ടല്ല എൻ്റെ സുഹൃത്തെ. സർക്കാർ ഏതെങ്കിലും ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചതിന് പറയൂ. ഞാൻ ചോദിച്ചതിന് പറയൂ. അതുണ്ടല്ലോ, ഉണ്ടല്ലോ, ഉറപ്പാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സർക്കാർ ഏതെങ്കിലും ഉത്തരവ് ഇറക്കിയിരുന്നോ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ? ഉണ്ടോ? അല്ല, അദ്ദേഹത്തോട് അത് കഴിയട്ടെ, ഒരു ഭാഗം കഴിയട്ടെ എന്ന് ഞാൻ ചോദിക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉത്തരം പറയൂ. പിന്നെ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അല്ലല്ല, അദ്ദേഹം പറഞ്ഞ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? സുപ്രീം കോടതി വിധി എന്തായിരുന്നു? അല്ല, സുപ്രീം കോടതി വിധി വന്നല്ലോ. ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? എന്ത് നിലപാട്? അല്ല, ഏതാ നേരത്തെ കൊടുത്ത അഫിഡവിറ്റ് എന്താ പറഞ്ഞേക്കണേ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേസ് പഠിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇത് കുട്ടികളുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അല്ലത്. ഇത് സുപ്രീം കോടതി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അപ്പെക്സ് കോർട്ടാണ്. സുപ്രീം കോടതിക്ക് മുകളിൽ ഞാൻ പറയട്ടെ, കോടതിയായിട്ട് കെട്ടാതെ എങ്ങനെ? കോടതിയല്ലേ പറഞ്ഞത്? അല്ല, സർക്കാരിന് തീരുമാനം എടുക്കണേ ഞങ്ങൾ ഉത്തരവ് ഇറക്കിയാൽ മതിയില്ലേ? നിങ്ങൾ മനസ്സിലാക്കാവുന്ന കാര്യം ആയിരിക്കും. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോടതി ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചിട്ടേ ഇല്ല സ്ത്രീ പ്രവേശനത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഞങ്ങൾ നേരത്തെ അഫിഡാവിറ്റ് കൊടുത്ത് നിങ്ങൾ ചാനലുകാർ ചോദിച്ചിട്ടാണോ? കോടതി ചോദിച്ചു. ഇപ്പൊ കോടതി എന്താണ്? നിങ്ങളത് വായിച്ചു പഠിക്കേ. 7 പ്രശ്നങ്ങൾ ഇന്നത്തെ പത്രങ്ങളിൽ വായിച്ചാലും മനസ്സിലാവും. ഇതുവരെ ഇല്ലാത്തതായിരുന്നു പത്രങ്ങളിട്ടുണ്ട്. നിങ്ങൾ ഭരണഘടന അനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത്? സുപ്രീം കോടതി പറയുന്നു ഭരണഘടനയിൽ 7 പ്രശ്നങ്ങൾ വ്യക്തത വരുത്തിയാൽ. ഇപ്പൊ സർക്കാരിന് ഉത്തരവെടുക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ? സ്ത്രീ പ്രവേശനത്തിൽ
ഞാൻ ചോദിക്കണേ നിങ്ങൾ ഉത്തരം പറഞ്ഞോളാം. സ്ത്രീ പ്രവേശനത്തിൽ സർക്കാരിന് ഒരു തീരുമാനം എടുക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ? ഏഴാമത്തെ പോയിന്റ് എന്താ? ഏഴാമത്തെ പോയിന്റ് എന്താ? ഈ ക്വസ്റ്റ്യനിൽ 6-7 പോയിന്റ് എന്താ? കോടതിക്ക് പോലും ആചാരപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? ഈ ചോദ്യം സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇതാ ഗവൺമെന്റിന് അധികാരം ഉണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാ നിങ്ങൾ നിലപാട് ഇതാണ്. നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? ഇതൊറ്റ പ്രശ്നമാണ് നിലപാട്. സുപ്രീം കോടതി പറയുകയാണ് ഇന്ത്യയിലെ നീതിപീഠത്തിന് ആചാരപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? നീതിപീഠത്തിന് അധികാരമുണ്ടോ എന്ന സംശയം നീതിപീഠം എന്ന് ഉന്നയിക്കുമ്പോൾ ഗവൺമെന്റ് നീതിപീഠത്തിന് മുകളിലാണ്, ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾ ഇതാ മലയാള മനോരമ ഏഷ്യാനെറ്റും ചാനലുകാർ എല്ലാവരും ഒന്നിച്ച് ചോദിച്ചുകൊണ്ട് ഇതൊരു നിലപാട്, ഞങ്ങൾക്ക് അവിടെ അധികാരം